ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറുന്ന ഒരു കൂത്താണല്ലോ ഗോ വിത്ത് ദ ട്രെൻഡ്. ഇത് അവതരിപ്പിക്കുന്ന കൂത്തിച്ചിമാർ തങ്ങൾ പൊതുനിലത്തിൽ സെക്ഷലായിട്ട് ഹരാസ് ചെയ്യപ്പെട്ടു എന്ന് വരുത്തി തീർക്കത്തക്കവണ്ണമുള്ള വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് നോക്കിയിരിക്കുക ഇത് വൈറലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വൈറലായില്ലെങ്കിൽ ഒന്നുകൂടെ റീപോസ്റ്റ് ചെയ്യുക, ഒരു കുറച്ച് ഭാഷയും കൂടെ വ്യത്യാസം വരുത്തുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, ആരോടെങ്കിലും ഷെയർ ചെയ്യുക, വൈറലാകുക. അപ്പോൾ ഈ ഒരു കൂത്തിൻ്റെ ട്രെൻഡ് ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു മാനസിക രോഗിയും ക്രിമിനലുമായിട്ടുള്ള സവാദാണ് തുടക്കമിട്ടത്. സവാദ് ഇപ്പോഴും KSRTC കയറി ഇറങ്ങുന്നുണ്ട്. അവനൊരു ക്രിമിനലാണ്, അവനൊരു രോഗിയാണ്, അവനെ ജയിലിൽ അടയ്ക്കപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട നടിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് നല്ല മൈലേജ് കിട്ടി. പുള്ളിക്കാരത്തിക്ക് ഓസ്കർ അവാർഡ് കിട്ടുന്നതിൽ കൂടുതൽ മൈലേജ് പ്രബുദ്ധരായിട്ടുള്ള കേരള ജനക്കൂട്ടം കൊടുത്തായിരുന്നു. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ടാക്ടിക്സ് കണക്കിലെടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ ആവിഷ്കരിക്കപ്പെട്ട കൂത്തുകൾ പല കൂത്തിച്ചിമാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2-3 മാസം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ സമാനമായിട്ടുള്ള കൂത്തുകൾ പല കൂത്തിച്ചിമാർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ ഒരു എമ്പതി ഉണ്ടായിരുന്നു. കാര്യം എന്താണ്? അവർക്കറിയാം ഈ ചെയ്യുന്ന തെറ്റാണെന്നുള്ളത്. ഒരു കാരണവശാലും നിയമത്തിന് ഒരു വശവുമില്ലാത്ത പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് എന്നവർക്കറിയാം. അതുകൊണ്ട് അവർ മനഃപൂർവ്വം ഈ പറയുന്ന നിരപരാധികളെ ഫെയ്ഡ് ചെയ്ത് വെക്കും, മുഖം ഗ്ലെയർ ചെയ്ത് വെക്കും. പക്ഷെങ്കിൽ ഈ കഴിഞ്ഞ, അതായത് ഷിഞ്ചിത എന്ന് പറയുന്ന ആ കൂത്ത് അവതരിപ്പിച്ച കൂത്തിച്ചി ഈ ഒരു വ്യക്തിയുടെ, അതായത് ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ, മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം മറച്ചില്ല. അപ്പോൾ ദീപക്കിന് എന്തുണ്ടാവും? മനസ്സ് സങ്കടം വരും, നാണക്കേട്, ഭയം ഉണ്ടാകും. പുള്ളി ഒരു മാർക്കറ്റിംഗ് മാനേജറാണ്, ജീവിക്കാൻ മാർഗമില്ലാതെ വരും, ജനങ്ങൾ പുള്ളിയെ കല്ലെറിയും എന്നുള്ള ഭയത്താൽ പുള്ളി ആത്മഹത്യ ചെയ്തു. അല്ലേ? ഇതല്ലേ നടന്നത്? നമുക്ക് നോക്കാം, ഈ ഒരു കേസ് ഷിഞ്ചിതയെ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കിട്ടുമോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 100% അല്ലെ 99% കിട്ടത്തില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്താണ്? 108 BNS വകുപ്പ്, ആത്മഹത്യാ പ്രേരണാ കുറ്റം, അബിറ്റ്മെൻറ്റ് ടു സൂയിസൈഡ്, അല്ലേ? പക്ഷെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനമുണ്ട്, ഈ ഒരു പ്രേരണാ കുറ്റം മിയർ ഓഫ് എൻ ഇൻസിഡൻസ് കനോട്ട് ബി ടേക്കൺ ആസ് എൻ അബിറ്റ്മെൻറ്റ് ടു സൂയിസൈഡ്. അതായത് ഒരു കാര്യം കൊണ്ട് മാത്രം, ഒരു സാഹചര്യം കൊണ്ട് മാത്രം ഒരാൾ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രേരണയായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദീപകിൻ്റെ കേസിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ ഒരു കുറിപ്പെഴുതിയിട്ടില്ല. അത് തന്നെയല്ല, ഈ ഒറ്റ ഒരു വീഡിയോയും കൊണ്ട് മാത്രമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പോൾ തികച്ചും ഷിഞ്ചിത എന്ന് പറയുന്ന ഈ കൂത്ത് നടത്തിയ കൂത്തിച്ചിയെ ശിക്ഷിക്കുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. പക്ഷെങ്കിൽ ഈ ഒരു കൂത്ത് നമ്മൾ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഭാഗ്യവശാൽ പണ്ടത്തെ കൂട്ടല്ല, അനവധി യൂട്യൂബേഴ്സ് ഉണ്ട്. അതായത് 100K മേളിലുള്ള ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ ഇതെല്ലാം എടുത്തു വെച്ച് സത്യസന്ധമായ വിശകലനം നടത്തിക്കൊണ്ട് സത്യങ്ങൾ ബോധിപ്പിക്കുമ്പോൾ ഒത്തിരി സപ്പോർട്ട് ഈ പറയുന്ന നിരപരാധികൾക്ക് കിട്ടും, ഇല്ലേ? അതുകൊണ്ട് അവർ രക്ഷപ്പെടാം. കാര്യം ഇതൊരിക്കലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരത്തില്ല ഈ കൂത്തിച്ചിമാരെ. കാര്യം ഈ കൂത്തിന് വാദം വരുമ്പോൾ ലീഗൽ വാലിഡേഷൻ ഒന്നും കാണത്തില്ലെന്ന് ഈ കൂത്തിച്ചിമാർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ കേസ് കൊടുക്കത്തില്ല. അവർ പറയും ഇത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നുള്ളത്. അപ്പം ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്പ്രെഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഇത് വൈറലാകുക എന്നുള്ളതാണ്. ഈ പണ്ടത്തെ കാലത്ത് പറയും, ഈ തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ആറാട്ട് എന്ന് പറയുന്നത് ഒരു മെറി ഇവൻ്റാണ്, അല്ലേ? അതൊരു ആഘോഷിക്കപ്പെടുന്ന ഇവൻ്റാണ് ആറാട്ട്. അപ്പോൾ പറയുന്നത് എന്താണ്? തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട്. തീട്ടം കൊണ്ട് ഒരു വലിയ ഉത്സവമാക്കുക, ഒരു മെറിഫുൾ, അതായത് ആഘോഷകരമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ വാക്യം. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവളുമാർക്കറിയാം ഇവളുമാർ ക്രൂശിക്കപ്പെടുമെന്ന്. എന്നിരുന്നാലും ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവളുമാർ വൈറലാകുകയാണ്. അതാണ് ഇവിടുത്തെ സൈക്കോളജി, അല്ലേ?
ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഒരു 50% സെലിബ്രിറ്റീസും അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനെയും രേണു സുധിയെയും അങ്ങനെയുള്ള ആൾക്കാരാണ്. അതിൻ്റെ കൂടെ ഈ ഷിഞ്ചിത എന്ന് പറയുന്ന കൂത്തിച്ചിയും കൂടെ കയറിയിരിക്കുന്നു. ഈ കൂത്ത് വെറും തന്തയില്ലായ്മയാണെന്നറിയും. ഈ കൂത്ത് തികച്ചും മൃഗീയമാണെന്ന് കൂത്തിച്ചിയായിട്ടുള്ള ഷിഞ്ചിതയ്ക്ക് അറിയാം. എന്നിരുന്നാലും അവൾ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കൂത്തെടുക്കുന്നത്. നമ്മൾ ഈ കൂത്ത് നടത്തിയിട്ടുള്ള എല്ലാ കൂത്തിച്ചിമാരുടെയും ഒരു സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ ഇവളുമാരെല്ലാം ഒരു സൈക്കോപാത്തിക് ബിഹേവിയറാണ്, ഒരു സൈക്കോപാത്താണ്. സൈക്കോപാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ വിത്ത് സിവിയർ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ വിത്ത് ഷാലോ എംപതി, സിംപതി, നോ ഗിൽറ്റി ആൻഡ് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ഹാവ് എ ടെൻഡൻസി ടു ഹാം അതേഴ്സ്. അല്ലേ? അതായത് സൈക്കോപത്ത് എന്ന് പറയുന്നത് എന്താണ്? സാമൂഹ്യബോധമില്ല, സഹാനുഭൂതിയില്ല, സ്നേഹമില്ല, പശ്ചാത്താപമില്ല, ഒരുത്തൻ്റെ ഫീലിങ്സിന് വില കൊടുക്കുന്നില്ല, സത്യസന്ധതയില്ല, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ പരത്തും. ഇതൊക്കെയുള്ള ഒരു വ്യക്തിയാണ് ഒരു സൈക്കോപാത്ത് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഷിഞ്ചിതയെ നോക്കുകയാണെങ്കിൽ ഷിഞ്ചിതയ്ക്ക് ഒരു എമ്പതി ഉണ്ടോ? സഹാനുഭൂതി? കാര്യം ഷിഞ്ചിത വിചാരിക്കും, ഷിഞ്ചിതയ്ക്കറിയാം ഷിഞ്ചിത കാണിക്കുന്നത് തെറ്റാണെന്നുള്ളത്. കാര്യം ഒരു പൊതു പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടുള്ള ഒരു ബസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവള് സ്ലോ മോഷനിലാണ് ഈ വീഡിയോ ഇടുന്നത്. ഒന്ന് ചെറുതായിട്ട് മുട്ടുന്നതേ ഉള്ളൂ. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണെന്ന് ആലോചിക്കണം. അതിനകത്ത് മുട്ടും തട്ടും. അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ അല്ല. ചെറുതായിട്ടൊന്ന് മുട്ടി. അപ്പോൾ അവൾക്കറിയാം അവൾ മനഃപൂർവ്വം ഇത് ചെയ്യുന്നതാണെന്ന്, ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നറിയാം. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഈ പറയുന്ന നിരപരാധിയായിട്ടുള്ള ആ രക്തസാക്ഷിക്ക് ഉണ്ടാകുന്ന ആഘാതത്തെപ്പറ്റി യാതൊരു ചിന്തയുമില്ലാത്ത വ്യക്തികളാണ് ഈ പറയുന്ന കൂത്തിച്ചിമാർ. അപ്പം നോ എമ്പതി ഇല്ലേ, നോ ഗിൽറ്റി, നോ ഗിൽറ്റ് ഫീലിംഗ്. അതായത് ഈ കാണിച്ച തെറ്റിനെ പറ്റി ഒരു മനസ്താപവുമില്ല, ഒരു മനസ്താപവുമില്ല. ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു മറുപടി പറയുന്നത് പോലെ. അല്ലാതെ എല്ലാവരുടെയും എതിരെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അതെ, നിങ്ങളൊരു 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് ആ തൊട്ടു മുന്നിലുള്ള യാത്രക്കാരുടെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും അത് കൃത്യമായി. എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കുന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇവളോട് ചോദിക്കുന്നുണ്ട്, ഈ ഷിഞ്ചിത എന്ന് പറയുന്ന അവളോട് മാധ്യമം ഇപ്പോഴും ചോദിക്കുന്നു, ഇയാൾ മരിച്ചു, നിങ്ങൾക്ക് പീഡനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇങ്ങനെ നിൽക്കുക, പിടിച്ച് നിൽക്കുകയാണ്, എന്നെ അയാൾ പീഡിപ്പിച്ചു എന്നുള്ളത്. അതായത് അവക്കൊരു മനസ്താപവുമില്ല, വിത്ത് നോ ഗിൽറ്റി, വിത്ത് നോ ഗിൽറ്റ് ഫീലിംഗ്. അപ്പം അതുമില്ല. മാനിപ്പുലേറ്റീവ്, ഡിസപ്റ്റീവ് ആൻഡ് ഡിസിറ്റബിൾ പേഴ്സൺ. മാനിപ്പുലേറ്റീവ്, തെറ്റ് പ്രചരിപ്പിക്കുകയാണ്, ലയർ, നുണ പറയുകയാണ്. ബസ്സിൽ വെച്ച് ദുരനുഭവമുണ്ടായെന്ന ആരോപണം ദീപകിന്റെ മരണത്തിനു ശേഷവും യുവതി ആവർത്തിച്ചിരുന്നു. വടകര പോലീസിൽ ഇക്കാര്യം അറിയിച്ചെന്നായിരുന്നു യുവതിയുടെ അവകാശവാദം. എന്നാൽ ഈ വാദം വടകര പോലീസ് തള്ളി. ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും ആരും പരാതി നൽകിയിട്ടില്ലെന്നുമായിരുന്നു വടകര ഇൻസ്പെക്ടറുടെ വിശദീകരണം. അവിടെ നുണ പറഞ്ഞ എന്താണ്? ഞാൻ ഇറങ്ങിയ ഉടനെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു, പോലീസിനോട് പറഞ്ഞു, കണ്ടക്ടറിനോട് പറഞ്ഞു. ഇതൊക്കെ തെറ്റാണെന്ന് പോലീസുകാർ പറഞ്ഞു, കണ്ടക്ടർ പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പോൾ അവളെന്താണ്? ലയറാണ്. പിന്നെ എന്നതാണ് ഈ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ. ഈ വീഡിയോ തന്നെ ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അല്ലേ? നിങ്ങളെല്ലാവരും കാണുന്നതല്ലേ? ഇതിനെല്ലാം എല്ലാവിധ സാഹചര്യവും കൊണ്ട് ഇവളൊരു സൈക്കോപാത്താണ്. ഇവള് മാത്രമല്ല, ഈ ഒരു പ്രസ്ഥാനം നടത്തുന്ന 90% ആയിട്ടുള്ള കൂത്തിച്ചിമാരും ഒരു സൈക്കോപാത്താണ്. അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യുക
എന്നുള്ളത്, അല്ലെങ്കിൽ ഇവളുമാരെ നമ്മൾ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഇങ്ങനെ ഒരു രക്തസാക്ഷി വന്നു, അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി, അദ്ദേഹത്തിൻ്റെ കുടുംബം അനാഥമായി, ആ കൂത്തിച്ചി ശിക്ഷിക്കപ്പെടത്തില്ല. അപ്പം ഒരു ആഴ്ച കഴിയുമ്പോൾ ജനങ്ങൾ മൊത്തം മറക്കുകയാണ് ഉണ്ടാകുന്നത്. അടുത്ത ഒരു രക്തസാക്ഷി ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ഈ ഷിംജിത എന്ന് പറയുന്ന ഈ സ്ത്രീയെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അവിടെ സകലവിധ സോഷ്യൽ മീഡിയയും ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുക. ഇവിടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ സമാന സ്വഭാവം ഉള്ള സ്ത്രീകളെന്ന് പറയാൻ പറ്റത്തില്ല, സ്ത്രീകൾക്ക് തന്നെ നാണക്കേടാണ്, ഉള്ള ജീവജാലങ്ങളെ, മൃഗമെന്ന് പറയാൻ പറ്റാത്ത മൃഗത്തിനും കുറ്റമാണ്, ജീവജാലങ്ങളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം. ഇങ്ങനെയുള്ളവരെ കാണണം, കണ്ട് മനസ്സിലാക്കണം എന്ന് ഒരു തോന്നലാണ് എനിക്കുള്ളത്. ഞാൻ ഒരു പക്ഷെങ്കിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഇത് സോഷ്യൽ മീഡിയയിലാണ് നടന്നത്. എന്താണ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റയിൽ, അതിനകത്താണ് കൂടുതലായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പം പല യൂട്യൂബേഴ്സും ഇത് എടുത്ത് ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു മറുപുറമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കേസ്. കാര്യം രാഹുൽ മാങ്കൂട്ടം ഒരു MLA ആണ്, അദ്ദേഹത്തിന് കുറേ മൊറൽ വാല്യൂ ഉണ്ട്. പക്ഷെങ്കിൽ അയാൾ ചെയ്ത് തെറ്റാണ്. എന്നാലും ഈ ഒരു വിക്ടിം കാർഡ് ആ ഒരു സ്ത്രീ എടുക്കുകയായിരുന്നു. അപ്പോൾ ഈ വിക്ടിം കാർഡ് എടുത്തുകൊണ്ട് അതൊരു കണ്ടന്റ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ അതൊരു കവചമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെയും ഈ സമൂഹം ഏറ്റെടുക്കരുത് എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ.